ഹായ് ഓൾ, അങ്ങനെ സൗദിയിലെത്തി. ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്തിനാണെന്നറിയാൻ്റെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു രാത്രിയാണ് ഞങ്ങൾ പോയത്. ഇത് ഒരുപാട് മാസം മുന്നേയുള്ള വീഡിയോസാണ്. ഞാൻ പിന്നെയും പറയുന്നു, ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഡിലേ ആവുന്നതാണ്. അപ്പോൾ അതിനായി ആദ്യം സോറി ചോദിക്കുക. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ആദ്യം പോയത് ഗ്രാൻഡ് ഷോപ്പിംഗ് മാളിലായിരുന്നു. ഷോപ്പിംഗ് മാൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര വലുതായിരുന്നു. എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ എല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഗ്രാൻഡ് ഷോപ്പിംഗ് മാളിൽ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മറ്റുള്ള അവിടുത്തെ ഷോപ്പിംഗ് മാളിനെ അപേക്ഷിച്ച് ഭയങ്കര കത്തി റേറ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസാണ്. പക്ഷേ റേറ്റ് നമുക്ക് അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ലായിരുന്നു. അല്ലുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിൽ പോയി. അവിടെ ഒന്ന് നോക്കി കളക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അഫോർഡബിളായിട്ടുള്ള റേറ്റായിട്ട് എനിക്ക് ഫീൽ ആയില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ക്യാമറ കണ്ടതും ഞാൻ ഈ പഞ്ചായത്തുള്ളതല്ലേ എന്നും പറഞ്ഞിട്ടൊരു നടപ്പായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഫിഷ് മാർക്കറ്റൊന്നും അവിടെ ഞാൻ കണ്ടില്ല. ഷോപ്പിംഗ് മാളിൽ തന്നെയാണ് ഫിഷും കിട്ടുന്നത്. നല്ല ഫ്രഷ് ഫിഷായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫിഷ് എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. അവിടെ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കോഫിയും ഷവർമയും മേടിച്ചായിരുന്നു. അത് കഴിച്ചു. അത് സൂപ്പറായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മദീന ഷോപ്പിംഗ് മാളിലോട്ടാണ് പോയത്. മദീന ഷോപ്പിംഗ് മാൾ സൂപ്പറായിരുന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എല്ലാം അഫോർഡബിൾ പ്രൈസായിരുന്നു. പിന്നെ റൂമിൽ ഞങ്ങൾക്ക് ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊരു ടി വി മേടിച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം മദീന മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. അവിടുത്തെ സർവീസും റേറ്റും കളക്ഷനും എല്ലാം എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ നീറ്റ്നെസ്സും പിന്നെ സർവീസും സൂപ്പറായിരുന്നു. അത് എല്ലാ മാളിലും അങ്ങനെ തന്നെയാണ്. മദീനയിലും നെസ്റ്റോയിലും എനിക്ക് കുറച്ചുകൂടി അഫോർഡബിളായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തു. എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്ത് അവിടെ ബില്ല് ചെയ്യാൻ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞു അല്ലു എസ്കലേറ്ററിൽ കയറുമായിരുന്നു. എനിക്കത് കണ്ടിട്ട് എൻ്റെ നെഞ്ചൊന്നും ഇടിച്ചു. എങ്ങാനും ചിറക്കി പോയാലോ. പക്ഷേ അങ്ങനൊരു കോഴ്സിലും ഇല്ല. കൂളായിട്ട് പോയി ഇറങ്ങിയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞു ബില്ലിംഗ് സെക്ഷനിൽ വന്നു. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും അടിപൊളിയായിട്ടൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു കിറ്റിന് എത്ര രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്, ഇവിടെ ഒരു ചെറിയ ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അവർ ഓരോ കിറ്റിലിട്ടാണ് തരുന്നത്. കിറ്റിനൊന്നും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല അവിടെ. പ്ലാസ്റ്റിക് തന്നെയാണ്. ഒത്തിരി അവർ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാം കൂടി ഒരു കിറ്റിനുള്ളിൽ കുത്തി നിറച്ച് തരാൻ തോന്നും. അവിടെ അങ്ങനെയല്ല. എല്ലാത്തിനും സെപ്പറേറ്റ് കിറ്റ് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അല്ലുവിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടി വെള്ളം മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. ഒരു 12 മണിയൊക്കെ ആവും ഇവിടെ നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത്. അന്നേരം അവിടെ എല്ലാം കഴിഞ്ഞു. ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ട്രോളി നമ്മുടെ കാറിൻ്റെ അടുത്ത് വരെ, കാർ പാർക്കിംഗ് വരെ നമുക്ക് കൊണ്ടുപോകാം. അവിടെ നിന്ന് നമുക്ക് മാറ്റിയിട്ട് അവിടെ തന്നെ ട്രോളി ഉപേക്ഷിച്ചിട്ട് പോവാം. കുഴപ്പമില്ല, അവർ വന്ന് തിരിച്ചെടുത്തിട്ട് പോയിക്കോളും. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞു. സൂപ്പറായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയായി. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് കയറിയത്. അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മദീനയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ നമ്മുടെ നാടും ഇവിടുത്തെ നാടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റോഡ് ഭയങ്കര വലുതാണ്. റോഡ് ഭയങ്കര നീറ്റാണ്. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളും ലൈറ്റും ഒക്കെ ആയിരുന്നു റോഡെന്ന് പറയുന്നത്. എപ്പോഴും പകൽ പോലെ തന്നെയാണ്. ഞാൻ ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതും ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 12-12:30 ടൈമാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് സ്ത്രീകളെ ഒറ്റയ്ക്കും അല്ലാതെ സ്ത്രീകൾ മാത്രമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ പോകണമെങ്കിൽ അവരുടെ നാട്ടിൽ എത്രത്തോളം സേഫാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് അത്ഭുതത്തോടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ എൻ്റെ നാട് വിട്ടിട്ട് എങ്ങും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലോട്ട്. രാത്രിയാണ്.
പകലുള്ള വീഡിയോസ് കുറവാണ്. കാരണം ഞങ്ങൾ പകലിറങ്ങിയിട്ടില്ല. സമ്മർ സീസണിലാണ് ഞങ്ങൾ പോയത്. ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാനും അല്ലുവും പുറത്ത്, അല്ലു പോയിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ. പക്ഷേ ഞാൻ പകൽ പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ് കറങ്ങാൻ പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ഒക്കെയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസ് ഉണ്ട്. ഡിലേ ആയാലും സപ്പോർട്ട് ചെയ്യണം, കാണണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.